ഇത്ര ഉയരത്തിലൊക്കെ ഷീറ്റ് നീളം കൂട്ടാൻ പറ്റുമോ? ചെയ്യാലോ. ഹലോ മച്ചാമാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലുണ്ടോ, ഈ കാണുന്ന ഏരിയയിൽ ബാക്കി റൂഫിംഗ് ഒക്കെ നേരത്തെ ചെയ്തതാണ്. അവിടെ ഒരു 3 ഷീറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഏരിയ ആണ്. അപ്പോൾ ഈ താഴോട്ടുള്ള വഴി കണ്ട, അപ്പം ആ ഏരിയയും കൂടി നനയാതാകാനുള്ള പരിപാടിയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ പതിവ് പോലെ മെറ്റീരിയൽ എല്ലാം ഇറക്കി, അപ്പം ഡ്രസ്സൊക്കെ അടിക്കാണ്ടാന് അതെല്ലാം അടിച്ച് വീമൊക്കെ അടിച്ച് സെറ്റാക്കി, പിന്നെ കഴുക്കോലെല്ലാം റെഡിയാക്കി എടുത്തിട്ട് പ്രൈമറൊക്കെ അടിച്ച് റെഡിയാക്കുമെന്ന് ആദ്യത്തെ പരിപാടി. അപ്പം തൂണിൻ്റെ മേലെ ഉത്തരം പോലെ ബീം പോലെ 2 ഇതടിക്കണം. അത് 1.5 പൈപ്പിന് നമ്മൾ സ്ക്വയർ അടിച്ച് എടുക്കുക എന്നുള്ളത്. പിന്നെ ബാക്കി നേരത്തെ ചെയ്തതാണ്. അപ്പം 4ക്ക് 4 തൂണൊക്കെ ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പം അതിനിപ്പുറത്ത് ഒരു തൂണും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പം അതിൻ്റെ പണിയുണ്ട്. അപ്പം ആദ്യം തന്നെ ഡ്രസ്സെല്ലാം അടിച്ച് പെയിൻ്റ് അടിച്ച് വെക്കലാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന ഇപ്പം നമ്മൾ ഡ്രസ്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിലുണ്ട്, ആ ഏരിയയിൽ മൊത്തം റൂഫ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നില്ല. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം നമ്മൾ ആ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. അപ്പം അവിടെ ഇച്ചിരി ഒരു സ്ലോപ്പുള്ള ഏരിയ ആണല്ലോ, അപ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്. മറ്റേതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ആ ഏരിയ ഉണ്ടോ, ഈ ഏരിയ അപ്പം ചെരിഞ്ഞ ഏരിയ ആണ്. സ്റ്റാൻഡൊന്നും ഇടാൻ പറ്റുന്നില്ല. സ്കഫോൾഡിംഗ് ഒക്കെ ഇടുന്നത് ലേശം റിസ്ക്കാണ്. നല്ല ഉയരമുണ്ട്. അപ്പം റോഡിലോട്ട് സെറ്റാക്കിയിട്ട് ഒരു സൈഡ് ചെരിവില്ലാതെ ചെരിഞ്ഞ സ്ഥലത്ത് എന്നാലും സ്കഫോൾഡിംഗ് ഒന്നും കിടക്കുമല്ലോ. അപ്പം നേരെയുള്ള സ്ഥലത്ത് ഇട്ടിട്ട്, അപ്പം നേരത്തെ നമ്മൾ ഇത്രയും പോലെ ചെയ്ത് നിർത്തിയതാണ്. ബോർഡർ പൈപ്പൊക്കെ അടിച്ച് നിർത്തിയതാണ്. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് പിന്നെ ബോർഡർ പൈപ്പെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ ഒരു ഷീറ്റ് നമ്മൾ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അടച്ച് വെൽഡ് ചെയ്യാനുള്ള റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പുറത്ത് ബീമിന് എക്സ്ട്രാ ജോയിൻ്റ് അടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അത് ലെവലിലല്ല, അത് ചെരിഞ്ഞൊരു ഏരിയയിലോട്ടാണ്. അപ്പം സ്ഥലത്തിൻ്റെ ചെരിവിനനുസരിച്ച് നമ്മൾ ചെരിച്ചിട്ടാണ് റൂഫ് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി റൂഫിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് 2-3 വർഷം മുന്നേ. അപ്പം അന്നേരം അത് ചെയ്യേണ്ട അത്രയും മതി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിർത്തിയതായിരുന്നു. ഇപ്പം പിന്നെ ബാക്കിയും കൂടി ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ്. അപ്പം 4x4 സ്ക്വയർ പൈപ്പിനാണ് നമ്മൾ തൂണെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം ആകെ 3 ഷീറ്റേ ഉള്ളൂ. 22-24 അടിയാണ്. ആ റേഞ്ചിലുള്ള 3 ഷീറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ബോർഡർ പൈപ്പ് വെച്ചതെല്ലാം പൊട്ടിച്ചിട്ട് വീണ്ടും സൈഡിലോട്ട് വെച്ച് ഷീറ്റെല്ലാം അടിച്ച് എഴുതി. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ കൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മളുടെ ചാനലിൽ ഇതുപോലെയുള്ള വെൽഡിംഗ് സംബന്ധമായ വർക്കിൻ്റെ ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുമല്ലോ.